ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണയായി നമ്മുടെ ശരീരം എപ്പോഴൊക്കെയാണ് അസിഡിക് ആവുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ അസിഡിക് ആവാനുള്ള ഒരു സാധ്യത നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം, എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് നമ്മുടെ ബോഡി അസിഡിക് ആകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണയായി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പേഷ്യൻസിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ്സും, അതേപോലെ വെയിറ്റ് കൂടുന്നത് പോലെ തോന്നുക, നീര് വെക്കുന്നതായിട്ട് തോന്നുക, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക. ഇങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഇന്നത്തെ കാലത്ത് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും അതേപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ ഭക്ഷണകാര്യങ്ങൾ, ഉറക്കം, നമ്മുടെ ജോലികളിൽ ഉള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ക്ഷീണം ഉണ്ടാകുന്നു എന്നുള്ളത്. സാധാരണയിലും കവിഞ്ഞ ക്ഷീണം, അത് ഫിസിക്കലി എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ ക്ഷീണം, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ക്ഷീണം, അതേപോലെ തന്നെ ചില ആളുകളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ ബ്രെയിൻ ഫാഗ് ആകുക. ഒരു ടീനേജേഴ്സിലും ഇത് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു +2 പഠിക്കുന്ന ആള്, അല്ലെങ്കിൽ കുറച്ചും കൂടി 35 ഇയേഴ്സ് 45 ഇയേഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ക്ഷീണം, അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായി ഫിസിക്കലി ആൻഡ് മെന്റലി ഉള്ള ക്ഷീണം, സ്റ്റാമിന ഇല്ല എന്നുള്ളൊരവസ്ഥ. ഇതിനെയൊക്കെ കാണിക്കുന്നത്, നമുക്കിതിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള അസിഡിക് അല്ലാത്ത ആൽക്കലൈൻ രീതിയിലുള്ള ഭക്ഷണ ശൈലി ഇവരെ കൊണ്ട് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മുടെ കുക്കുംബർ പോലെയുള്ള നല്ല വെള്ളം ഉള്ള പഴങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് അസിഡിക് ആണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആസിഡ് കണ്ടന്റ് അതിലുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ അത് ആൽക്കലൈനായി മാറുന്നുണ്ട്. അപ്പം നാരങ്ങ വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഇതൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജങ്ക് ഫുഡ് പോലുള്ള അസിഡിക് ആയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ഷീണവും അസ്വസ്ഥതയും നീർക്കെട്ടലും ഒക്കെ കുറയുന്നത് കാണാം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകമായിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയറ് വീർക്കുക എന്നുള്ളത്. വയറ് വീർക്കുക, വയറ് സ്തംഭിക്കുക, അതേപോലെ തന്നെ ഹാർട്ട് ബേൺ, അതായത് നെഞ്ചരിച്ചിലുണ്ടാകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട്. ഇതും ഒരു പരിധി വരെ നമ്മൾ കഴിക്കുന്ന ഈ അസിഡിക് ഫുഡിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തേങ്ങാ വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ നമുക്ക് പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് രാത്രിയിൽ കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ അല്ലെങ്കിൽ ഹെവി ഫുഡ്, ഒരു കണ്ടന്റിലും കൂടുതൽ, ഇപ്പം നല്ല സമീകൃതം ആഹാരമാണ് എടുക്കുന്നതെങ്കിലും അതും കൂടുതലായി എടുക്കാതെ ചെറിയ പോർഷൻ കൺട്രോൾ ചെയ്ത് ഒരു 7 മണിക്ക് ശേഷം കഴിക്കുന്നത് വളരെ ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ധാരാളം വെള്ളവും കുടിക്കണം. അതേ ഗ്യാസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ എന്താ പറയുന്ന പൊട്ടറ്റോസ് പോലുള്ള സ്റ്റാർച്ച് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുക. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അടങ്ങുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഇഞ്ചി ചായ ഇട്ട് കുടിക്കാം, തേങ്ങാവെള്ളം കുടിക്കാം, തൈര് കഴിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരം അസിഡിക് കണ്ടന്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ കൂടുതലായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ആൽക്കലൈനേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും വയറിലെ വീർമത കുറയ്ക്കാനും സഹായിക്കുന്നു. പിന്നെ ഇനി ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എപ്പോഴും പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ഇതിന് പുറമെ ഇവർക്ക് ത്വക്ക് രോഗങ്ങൾ, പ്രത്യേകിച്ച് മുഖത്ത് കുരുവരിക, അല്ലെങ്കിൽ വരണ്ടായി പോകുക, ഭയങ്കര വരൾച്ച, മുഖത്തും ശരീരത്തിലും സ്കിന്നിലും ഒക്കെ ഭയങ്കര വരൾച്ച ഫീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാകുന്നു എന്നുള്ളതും ഇവർ പറയാറുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഇൻഫ്ലമേഷൻ്റെ സൈനാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് പുറത്തേക്ക് പോകാൻ ആയിട്ട് ശരിയായിട്ട് പറ്റാതെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പുറത്ത് കളയാനായിട്ട് ഈ സെബം സെക്രീഷൻ, നമ്മുടെ മുഖക്കുരുവിലൊക്കെ ഉണ്ടാകുന്ന സെക്രീഷൻസ് കൂട്ടും. ചില സമയങ്ങളിൽ അത് തിരിച്ച് ഭയങ്കര വരണ്ടതായിട്ട് പോകും. ഇതൊക്കെ ഈ ഒരു അസിഡിക് ടെൻഡൻസി ബോഡിയിലെ കാണിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഡീഹൈഡ്രേഷൻ മാറ്റുക, നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം ഉണ്ടാകാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക. ഈ ജങ്ക് ഫുഡുകൾ
പൂർണ്ണമായിട്ടും വറുത്തത്, പൊരിച്ചത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ സ്പീഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഒക്കെ കറക്റ്റ് ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് ശരിയാക്കിക്കൊണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റിൽ നിൽക്കാനും രാത്രിയിൽ കറക്റ്റായിട്ട് ഉറക്കം ഒക്കെ ശരിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക വെയിറ്റ് അതിൻ്റെ കറക്റ്റ് ഇതിലും ഉറക്കം കറക്റ്റ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൽ ഈ രാത്രി കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മുഖക്കുരുവും അതേപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളും ഒക്കെ, കറുത്ത പാടുകളല്ല, പിമ്പിൾസ് വന്ന പാടുകളല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണയായി ഒരു ഷെയ്ഡ് പോലെ വരുന്ന ഒരവസ്ഥ, ആ അവസ്ഥയും കുറയുന്നതായിട്ട് കാണാം. ഇതേപോലെ തന്നെ ഉള്ളതാണ് ഇൻഫ്ലമേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്നതും ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതേപോലെ നമ്മുടെ ജോയിൻസിൽ വേദന, മസിൽസിൽ വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫ്നെസ്, ഇതും ഒരു ഇൻഫ്ലമേഷന്റെ ലക്ഷണമാണ്. അപ്പൊ ഈ ഒരു ഇത് കളയാനായിട്ടും നമുക്ക് മഞ്ഞൾ, ടെർമറിക് എന്നുള്ളത് നല്ല ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ട് തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാലിൽ, ചെറു ചൂട് പാലിൽ നമുക്ക് ഈ മഞ്ഞളിട്ട് കുടിക്കാം. അതേപോലെ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ആഡ് ചെയ്യാം. ഇങ്ങനെ ഇൻഫ്ലമേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഫുഡുകൾ, അതായത് ബെറീസ്, പഴങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റംസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇത്രയും വേദനകൾ, പ്രത്യേകിച്ച് ജോയിൻസിലെ മസിൽസിലൊക്കെ വേദനകൾ കുറയുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസസും ചെറിയ എക്സസൈസുകൾ, ഇപ്പോൾ 30 മിനിറ്റ് നടത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാൻസോ സൂംബയോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ഇൻഫ്ലമേഷൻ ബോഡിയിൽ, എല്ലാവരും പറയുന്നതാണ് രാവിലെ ഇട്ട ഡ്രസ്സ് വൈകുന്നേരം ആകുമ്പോൾ ടൈറ്റ് ആകുന്നു ഡോക്ടറെ. ഇതിൻ്റെയൊക്കെ റീസൺ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി അസിഡിക് ആകാതെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയുന്നത് കാണാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന, അത് ചെറുപ്പമെന്നില്ല എല്ലാ ഏജിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് പ്രതിരോധ ശേഷി കുറയുക എന്നുള്ളത്. ഇതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഈ പ്രതിരോധ ശേഷി എങ്ങനെയാണ് കുറയുന്നത്? നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ആ പനി ശരിയായിട്ട് മാറാതെ റിക്കർ ചെയ്യുന്ന ഒരവസ്ഥ, വീണ്ടും വീണ്ടും വരുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ജലദോഷമുണ്ടെങ്കിൽ നമുക്കും വരും എന്നുള്ളൊരവസ്ഥ. പിന്നെ നമ്മുടെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും, അതായത് വൂണ്ട് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ഇത് മാറാതെ തുടർന്ന് നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസും കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് പേഷ്യന്റ് നിൽക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തായാലും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അത്യാവശ്യത്തിനുള്ള പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങുന്ന ഓറഞ്ച്, നെല്ലിക്ക, അതേപോലെ ചെറുനാരങ്ങ, ഇതെല്ലാം നമുക്കൊരു വൈറ്റമിൻ സി ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കി നമുക്ക് ദുശീലങ്ങൾ, ഇപ്പോൾ കുടിക്കുന്നവരാണെങ്കിൽ കുടി നിർത്തുക, അതേപോലെ പുകവലി, പിന്നെ ബാക്കി എല്ലാ തരത്തിലുള്ള, അതായത് ഈവൻ കൊക്കക്കോള മുതൽ ബാക്കി സാധനങ്ങൾ, അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങി നമുക്ക് ഹൈ പഞ്ചസാരയുള്ള സാധനങ്ങളും ഹൈ ഉപ്പ് ഏറ്റവും കൂടുതലായിട്ട് പല കാര്യങ്ങളിലും, പല ജങ്ക് ഫുഡിലും നല്ല രീതിയിൽ ഉപ്പ് കലർത്തിയാണ് വരുന്നത്. ഈ ഉപ്പും പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരത്തിലെ ഈ ഒരു ഇൻഫ്ലമേഷനും പ്രതിരോധ ശേഷിയൊക്കെ കുറയുന്നത് തടയാനാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജങ്ക് ഫുഡുകളുടെ ഉപയോഗം നല്ലതുപോലെ കുറയ്ക്കുക. വീട്ടിൽ തന്നെ പാചകം ചെയ്ത് പ്രത്യേകിച്ച് വേവിച്ച് ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കുടിക്കാതെ മാക്സിമം നാരോട് കൂടിയ ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഉറക്കം ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വളരെ പ്രധാനമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ശനിയും ഞായറും പൂർണ്ണമായിട്ട് കിടന്നുറങ്ങാം, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതും നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഇത് പ്രദാനം ചെയ്യുന്നില്ല. കഷ്ടിച്ച് നമുക്ക് ഉറക്കം കിട്ടി എന്ന് വിചാരിക്കാം, പക്ഷെ എങ്കിലും ദിവസം ഉറങ്ങേണ്ട ആ ഒരു 7 to 8 hours തന്നെ ഉറങ്ങാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ രാത്രി കനത്ത ഫുഡുകൾ ഒഴിവാക്കുക. പിന്നെ ആവശ്യത്തിനുള്ള എക്സർസൈസ് ഒരുപാട് ചെയ്യണം എന്നല്ല, പക്ഷെ എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള നടത്തം പോലുള്ള എക്സർസൈസുകൾ, ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ
ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആവശ്യത്തിനുള്ള എക്സർസൈസ് ചെയ്യുന്നില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസിഡിക് ആവുന്ന ടെൻഡൻസി മാറ്റിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം അസിഡിക് ആകുക എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഒരു മെഡിക്കൽ ടേമാണ് അസിഡോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ. ഈ അസിഡോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുക, അതായത് നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനം ശരിയാവാതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം മോശമാകുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആവശ്യത്തിന് ശരിയായിട്ട് നമ്മുടെ വേസ്റ്റ് പുറത്തേക്ക് കളയാത്ത ഒരു അവസ്ഥ കിഡ്നി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അസിഡോസിസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. അതായത് നമ്മുടെ ബ്ലഡിലെ pH ലെവല് മാറുന്നു. pH ലെവല് 7ലും താഴെ പോകുന്ന സമയത്ത് നമുക്ക് അസിഡോസിസ് എന്ന കണ്ടീഷനും മുകളിൽ പോകുമ്പോൾ നമ്മുടെ കൂടുതലായിട്ട് അൽക്കലൈനും ആകുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ ഒരു അസിഡോസിസ്, അതായത് ബ്ലഡിലെ ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല. ഇത് ഒരു ടെമ്പററി ആയിട്ട് നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു അസിഡിക് ആകുന്ന ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് ഗ്യാസ് കയറുക, അതായത് ഫ്ലക്ച്വലൻസ്, ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബേൺ, അസ്വസ്ഥതകൾ, വേദനകൾ, വയർലെസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ബാക്കി ഇൻഫ്ലമേഷനും ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നമ്മുടെ ഒരു ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞ ഈ ഒരു അസിഡിക് ആവുന്ന ടെൻഡൻസി നമ്മുടെ ശരീരത്തിൽ മാറ്റിയെടുക്കാനാകും. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്